ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു r ഓഫ് ടി വേർ r ഓഫ് ടി ഈക്വൽ ടു 10 sin 2t 0 ലെസ് ദാൻ t ലെസ് ദാൻ പൈ 0 t ഗ്രേറ്റർ ദാൻ പൈ y at 0 ഈക്വൽ ടു 1 y ഡാഷ് at 0 ഈക്വൽ ടു -5. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു r ഓഫ് ടി സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. 0 ടു പൈയിൽ ദിസ് ആണ്, t ഗ്രേറ്റർ ദാൻ പൈയിൽ 0 ആണ്. ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാം? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ r ഓഫ് ടീനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതാൻ പറ്റും. സോ അതാദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 10 sin 2t u 0 ഓഫ് ടി മൈനസ് u പൈ ഓഫ് ടി ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. സോ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 10 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t u0 ഓഫ് ടി മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t u പൈ ഓഫ് ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ഇതിനൊന്ന് സോൾവ് ചെയ്യാം. വൈ ഡബിൾ ഡാഷിൻ്റെ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഇട്ട് 0 മൈനസ് വൈ ഡാഷ് ഇട്ട് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷിൻ്റെ വരുന്നത് എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഇട്ട് 0 പ്ലസ് 2 ടൈംസ് എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. പക്ഷെ അതിന് മുമ്പ് ഈ സൈൻ 2t u പൈ ഓഫ് ടീനെ ഒന്ന് മാറ്റി എഴുതണം. കാരണം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ വരുമ്പോൾ നമുക്കുള്ള ഫോം ഏതായിരുന്നു? യു എ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ ആണ്. സോ ആ ഫോമിലല്ല ഇവിടെ കിടക്കുന്നത്. സോ അതിനെ മാറ്റി എഴുതണം. ഇതിന് പ്രശ്നമില്ല, കാരണം 0 ആണ്. അപ്പോൾ സൈൻ 2t മൈനസ് 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. 10 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u0 ഓഫ് ടി ഇൻറ്റു സൈൻ 2t മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇവിടെ നമ്മൾ u പൈ ഓഫ് ടി സൈൻ 2t മൈനസ് പൈ എന്ന് കൊടുക്കാം. ടി മൈനസ് പൈ, നമ്മൾ ടി മൈനസ് പൈ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇക്വേഷന് ചേഞ്ച് ഒന്നും വരുത്തരുത്. അതുകൊണ്ട് പ്ലസ് പൈയും കൂടെ കൊടുക്കും. ഓക്കെ, നമുക്ക് കിട്ടുന്നത് 10 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u0 ഓഫ് ടി സൈൻ 2t മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u പൈ ഓഫ് ടി. ഇവിടെ സൈൻ 2t മൈനസ് പൈ പ്ലസ് 2 പൈ എന്നല്ലേ, അപ്പോൾ സൈൻ തീറ്റ പ്ലസ് 2 പൈ ആവും. ദറ്റ് ഈസ് സൈൻ തീറ്റ തന്നെയാണ്. സോ ഇതിനെ നമുക്ക് സൈൻ ഓഫ് 2 ഇൻറ്റു ടി മൈനസ് പൈ തന്നെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ LHSൽ കുറച്ചുകൂടി ടേംസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വാല്യൂസ് കൊടുത്ത് നമുക്കൊന്ന് എഴുതാം. ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എൽ ഓഫ് വൈയുടെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതി മൈനസ് എസ് ഇൻറ്റു വൈ ഇട്ട് 0 നമുക്ക് തന്നിട്ടുള്ളത് 1 ആണ്. അപ്പം എസ് ഇൻറ്റു 1 മൈനസ് വൈ ഡാഷ് 0 തന്നിട്ടുള്ളത് 5 ആണ്. അപ്പോൾ പ്ലസ് 5 ഇവിടെ വരുമ്പം മൈനസ് വൈ ഇട്ട് 0 2 ഇൻറ്റു മൈനസ് വൈ ഇട്ട് 0 ദറ്റ് ഈസ് പ്ലസ് 2 ഇൻറ്റു വൈ ഇട്ട് 0 1 ആണ്. സോ അവിടെ 2 വരും. മൈനസ് ആണ് വരും, ഇവിടെ -2 വരും ഈക്വൽ ടു. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമും കൂടെ എഴുതി വെക്കാം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വരിക? 10 ഇവിടെ e റേസ് ടു മൈനസ് 0s ഇൻറ്റു എൽ ഓഫ് സൈൻ 2t ദറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് ഇവിടെ e റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു ഇവിടെ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, നമുക്കിതിനെ
എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എൽ ഓഫ് വൈ ഈക്വൽ ടു, ഇവിടെ നമുക്കിതിനെ 3 എന്ന് എഴുതിക്കൂടെ, അപ്പോൾ മൈനസ് എസ് പ്ലസ് 3 എന്നാവും. ഇതിനെ നമുക്ക് 10 ഇൻറ്റു ഇ റേസ് ടു 0s എന്ന് പറഞ്ഞാൽ 1 ആണ്, സോ അവിടെ 2 വരും. 2നെയും കൂടെ ഔട്ട് സൈഡ് എടുത്ത് ഞാനിതിനെ 20 ആക്കി. അപ്പോൾ നമുക്കിത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 5s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം, പ്ലസ് എസ് മൈനസ് 3. ഓക്കെ, ഇനി നമുക്ക് സബ്സിഡറി ഫംഗ്ഷൻ എന്താ വരിക? എൽ ഓഫ് വൈ ഈക്വൽ ടു 20 1 മൈനസ് ഇ റേസ് ടു മൈനസ് 5s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഓക്കെ, ഇനി ഓരോന്നും ചെയ്യാം. ഇതിൽ ഓരോന്നും ചെയ്യുമ്പോൾ ഇതിൽ ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെ ഡിനോമിനേറ്ററാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് ഓരോന്നും സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ നോക്കാം. ഇവിടെ ഞാൻ ഈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 5s പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുന്നില്ല, കാരണം ഇൻവേഴ്സ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ 20 ഡിവൈഡ് ബൈ ദിസ് എലമെൻറ്റ് മാത്രം, കാരണം ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കൺസിഡർ 20 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ഞാൻ 4 എന്ന് എഴുതുന്നുണ്ട്, എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ലീനിയർ ഫാക്ടറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? എ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതിയല്ലേ. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ലീനിയർ ഫാക്ടർ ഡിവൈഡഡ് ബൈ ദാറ്റ് ക്വാഡ്രാറ്റിക് ഫാക്ടർ എന്നാണ് എഴുതേണ്ടത്. അതായത് ഇവിടെ എഴുതേണ്ടത് ഇങ്ങനെ: എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് സി എസ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. എന്നിട്ട് എയും ബിയും സിയും ഡിയും ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണിത്. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 20 ഈക്വൽ ടു എ എസ് പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് സി എസ് പ്ലസ് ഡി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കാൻ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യുമ്പം LHS ഇല്ല, സോ 0 ഈക്വൽ ടു ഇവിടെ എസ് പിന്നെ ഒരു എസ് സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് ഇൻറ്റു എസ് സ്ക്വയർ പിന്നെ വരുന്നില്ല, പിന്നെ എസ് സ്ക്വയർ ബി എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരും ഇവിടെ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. പക്ഷേ ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യാതെ ഇവിടെ തന്നെ നോക്കുകയാണ്. എസ് ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് ക്യൂബ് വരും അല്ലേ. അപ്പോൾ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എസ് ക്യൂബിൻ്റെ ടേംസിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ലെഫ്റ്റ് സൈഡിലില്ല, എ എസ് ഇൻറ്റു എസ് സ്ക്വയർ, ദാറ്റ് ഈസ് എ. കോഎഫിഷ്യൻ്റ് എ ആണ് വരിക. പിന്നെ ഇവിടെ ടേംസ് വരുന്നില്ല. പിന്നെ അടുത്ത കേസ് എടുക്കുമ്പോൾ സി എസ് ഇൻറ്റു എസ് സ്ക്വയർ, ദാറ്റ് ഈസ് സി എസ് ക്യൂബ് എന്ന് വരും, പ്ലസ് സി. എ പ്ലസ് സി ഈക്വൽ ടു 0 വരും. ഇനി അടുത്തത് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യാം. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എ എസ് ഇൻറ്റു 2s എന്ന് വരും, അപ്പോൾ 2a, ഇവിടെ 0, 2a. പിന്നെ ഇവിടെ ഒരു എസ് സ്ക്വയർ ബി എന്ന് പറഞ്ഞ ടേം വരും, അപ്പോൾ പ്ലസ് ബി, 2a പ്ലസ് ബി പ്ലസ് ഇവിടെ ഇനി സി എസ് പ്ലസ് 4, അതായത് എസ് സ്ക്വയർ പ്ലസ് ഡി എന്ന് വരും, ദാറ്റ് ഈസ് ഡി പ്ലസ്, ഓക്കെ അത്രയേ ഉള്ളൂ, 2a പ്ലസ് ബി പ്ലസ് ഡി ഈക്വൽ ടു 0.
ഇനി അടുത്ത് നമുക്ക് എസ് ക്യൂബ് എസ് സ്ക്വയർ, പിന്നെ നമുക്ക് എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഇനി കോൺസ്റ്റൻ്റ് ഉണ്ടല്ലേ. ഓക്കെ, എസിൻ്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യാം. എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടെ എ എസ് ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ 2as എന്നാവില്ലേ. അപ്പോൾ 2a പ്ലസ് അതുപോലെ b ഇൻറ്റു 2s എന്ന് പറയുന്ന ടേം വരും. അപ്പോൾ 2b പ്ലസ് ഇവിടെ cs ഇൻറ്റു 4 എന്ന് പറഞ്ഞ ടേം വരും. cs ഇൻറ്റു 4, അപ്പോൾ 4c. വേറൊരു ടേമും ഉണ്ടാവില്ല. വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ 0 LHSൽ എസിൻ്റെ ടേം ഇല്ല, സോ 0 വരും. ഇനി കോൺസ്റ്റൻസിൻ്റെ ടേമിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോൺസ്റ്റൻറ്റ് ടേംസിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 20 ഈക്വൽ ടു ഇവിടെ നമുക്ക് b ഇൻറ്റു 2b പ്ലസ് ഇവിടെ 4d. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം എന്താണ് എയും ബിയും സിയും. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിനെയും കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എസ് ക്യൂബ് ഈക്വൽ ടു ഇവിടെ നമ്മൾ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ABCD കണ്ടുപിടിക്കാം. അതിന് ഈ ഫസ്റ്റ് ഇക്വേഷന് a ഈക്വൽ ടു -c എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ a ഈക്വൽ ടു -c എന്ന് കിട്ടി. ഇത് നമ്മൾ തേർഡ് ഇക്വേഷനിൽ കൊടുക്കാം. അങ്ങനെ തേർഡ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് b ഈക്വൽ ടു a എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സെക്കൻഡ് ഇക്വേഷന് t ഈക്വൽ ടു -3 എന്ന് കിട്ടും. ഇത് ഫോർത്ത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ a ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എയുമായിട്ടാണ് എല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് a ഈക്വൽ ടു b ആണ്, a ഈക്വൽ ടു -c ആണ്, a ഈക്വൽ ടു d/-3 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? 20 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് പറയുന്നതിനെ എ ബി പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് സി എസ് പ്ലസ് ഡി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ എയും ബിയും സിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ആദ്യം നമുക്ക് ഇതിനൊന്നുകൂടെ റെഡിയാക്കി എഴുതിയിട്ട് ചെയ്യാം. അതായത് കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ നടത്താനുണ്ട്. അപ്പോൾ നമുക്കിതിനെ വിച്ച് ഇസ് ഈക്വൽ ടു -2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇതിനെ നമുക്ക് അറിയാൻ പറ്റും -2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താ ചെയ്യാം? ഇവിടെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാൻ പറ്റും. 2s പ്ലസ് 6 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യുമ്പോൾ എന്ത് വിടും? s പ്ലസ് 1 ചെയ്യണം. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 മൈനസ് 1 പ്ലസ് 2. ഓക്കെ, ഇവിടെ നമുക്ക് -2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 -2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഇവിടെ നമുക്ക് 2s പ്ലസ് 6 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താണുള്ളത്? ഈ കേസസിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മാത്രം എന്താണ്? താഴെ s പ്ലസ് 1ഉം മുകളിൽ s മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതും കൂടെ ഈ ടേമും കൂടെ s പ്ലസ് 1ൻ്റെ ടേംസിലോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് അതിലെന്താ മാറ്റം വരാൻ നോക്കാം. 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 -2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു 2നെ ഇവിടെ ആഡ് ചെയ്തു. ആ 2നെ സബ്സ്ട്രാക്ട് ചെയ്യുക. പ്ലസ് 6 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 6 പ്ലസ് 1. അപ്പോൾ നമുക്കിത് എന്തായി? -2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 -2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. അതങ്ങനെ തന്നെ എഴുതി. പിന്നെ -2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയുന്ന ഫോമുല ആയിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും കൂടെ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് നേരിട്ട് എടുത്തെഴുതാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? 20 ഇൻറ്റു 1 മൈനസ് e റേസ് ടു -5s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 അല്ലേ. അതിൽ നമ്മൾ 20 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2ൻ്റെ പാർഷ്യൽ ഫ്രാക്ഷനാണ് കണ്ടുപിടിച്ചിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 മൈനസ് e റേസ് ടു -5s എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടെ വരുമല്ലോ. നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം.
കുറച്ച് ലെങ്തിയാണ്, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വട്ടം. 1 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു നമ്മൾ ഇതിനെ എല്ലാത്തിനെയും 1 മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ചെയ്യണം. 1നെ കൊണ്ടും ഇ റേസ് ടു മൈനസ് പൈ എസ് കൊണ്ടും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പം മൈനസ് ഈ ഒരു ടേമിന് ചെയ്യുമ്പോൾ -2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇവിടെ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും ചെയ്യാം. ഇതും ഇതും പിന്നെ പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് എൽ ഇൻവേഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എൽ ഇൻവേഴ്സ് എടുക്കുക ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതുക ചെയ്തിരിക്കുന്നത്. ഇനി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് കാണുമോ? ഓക്കെ, നമുക്ക് നോക്കാം. -2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ എൽ ഇൻവേഴ്സാണ് എഴുതിയിരിക്കുന്നത്. -2 cos 2t. പിന്നെ ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ എന്താ വരിക? അതായത് ഇ റേസ് ടു മൈനസ് പൈ എസ് വരുമ്പം യൂണിറ്റ് ഫംഗ്ഷൻ പോലെ ആയിരിക്കും അല്ലേ. അപ്പം 2 ഇൻറ്റു യു പൈ ഓഫ് ടി ഇൻറ്റു കോസ് ഓഫ് 2 ഇൻറ്റു ടി മൈനസ് പൈ. ഓക്കെ, ഇതിൻ്റെയോ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4, അതിൻ്റെ സൈൻ 2t വരും. പിന്നെ ഇവിടെ ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ എന്താ വരിക? ഈ ഒരു ടേമിൻ്റെ യു പൈ ഓഫ് ടി ഇൻറ്റു സൈൻ ഓഫ് ടി 2 ഇൻറ്റു ടി മൈനസ് പൈ. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതാണ്. എന്താണ്? 2s+1 ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. അത് നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി കോസ് ടി. ഓക്കെ, പിന്നെ ഇതോ s+1 2 ഇൻറ്റു s+1 ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. അതിൻ്റെ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. അപ്പോൾ അതിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്താക്കണം? ടിക്ക് പകരം ടി മൈനസ് പൈ കൊടുക്കണം. യു പൈ ഓഫ് ടി ഇൻറ്റു കോസ് ഓഫ് ടി മൈനസ് പൈ. ഓക്കെ, ഈ ഫംഗ്ഷനാണ്, ഈ രണ്ട് ഫംഗ്ഷനാണ് കുറച്ചൊന്ന്, അതായത് നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യത അതാണെന്ന് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഫംഗ്ഷൻ്റെയോ 4 ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1ൻ്റെ 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി. 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയറിൻ്റെ അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി മൈനസ് പൈ എന്നാണ് വരിക. അപ്പം ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ടി മൈനസ് പൈ കൊടുക്കണം. സോ നമുക്ക് കിട്ടുന്നത് ഇ റേസ് ടു 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് പൈ സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു പൈ ഓഫ് ടി. ഓക്കെ, ഇനി നമ്മളിതിനെ എല്ലാത്തിനും ഒന്ന് നന്നായിട്ട് എഴുതാം. അതായത് യു പൈ ഓഫ് ടിയുടെ ടേംസിനെയൊക്കെ വേറെയും ബാക്കിയുള്ള യു പൈ ഓഫ് ടി ഇല്ലാത്തതിനൊക്കെ ഒരുമിച്ച് എഴുതി. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. യു പൈ ഓഫ് ടിയുടെ ടേംസിനെയൊക്കെ ഒരുമിച്ച് എഴുതിയേ ഇത് കേട്ടോ. എന്നിട്ട് യു പൈ ഓഫ് ടിൻ്റെ ടേമിനെ മാത്രം ഞാൻ ഇത് ഈക്വൽ ടു അല്ല, മീൻസ് അതായത് ഇതിനെ മാത്രം ഞാനൊന്ന് മാറ്റി എഴുതിയതാണ്. ഇപ്പോൾ യു പൈ ഓഫ് ടിൻ്റെ കോസ് 2 ടി മൈനസ് പൈ, അതായത് ഇങ്ങനെ വരിക കോസ് 2t മൈനസ് 2 പൈ എന്നല്ലേ വരിക. അതായത് 2 പൈ ആണ്. അപ്പോൾ അതായത് കോസ് ഓഫ് തീറ്റ മൈനസ് 2 പൈ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ 2 cos 2t എന്ന് കിട്ടും. ഇവിടെ കോസ് ഓഫ് 2t മൈനസ് 2 പൈ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2t എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഇ റേസ് ടു മൈനസ് ടി മൈനസ് പൈ അവിടെ തന്നെ കൊടുത്തു. ഇത് കോസ് ഓഫ് ടി മൈനസ് പൈ എന്താ? മൈനസ് കോസ് ടി. അതായത് കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. ഇവിടെ സൈൻ ഓഫ് ടി മൈനസ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഇത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവും കൂടി എടുക്കുമ്പോൾ മൈനസ് സൈൻ ടി എന്ന് കിട്ടും. അതായത് തിരിച്ചിടുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമുക്കിത് കിട്ടുന്നത് ഇങ്ങനെയാണ്. യു പൈ ഓഫ് ടി ഇൻറ്റു 2 കോസ് ടി പ്ലസ് സൈൻ 2t പ്ലസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് പൈ കോസ് ടി പ്ലസ് സൈൻ ടി. ഇനി നമ്മൾ എന്താക്കി? ഈ ഒരു സ്റ്റെപ്പിനെ ഞാൻ പറഞ്ഞല്ലോ യു പൈ ഓഫ് ടീനെ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ മുഴുവനായിട്ടൊന്ന് താഴോട്ട് എടുത്ത് എഴുതിയതാണിത്. അതായത് നമ്മൾ ആൻസർ ഇതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എന്താണ് 20 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു പൈ എസ് ഡിവൈഡഡ് ബൈ എസ്. ആ ഫംഗ്ഷനാണിത്. ഇനി ഇത് മാത്രം ചെയ്താൽ പോരായിരുന്നു നമുക്ക്. നമ്മൾ എവിടെയായിരുന്നു തുടങ്ങിയത്? ഈ 20 ഒരൊറ്റ ഫ്രാക്ഷൻ മാത്രമല്ലേ നമ്മൾ എടുത്തത്. നമുക്കിതാ 2 ഫ്രാക്ഷൻസ് ഉണ്ട്. അതായത് 2 ടേംസ് ഉണ്ടായിരുന്നു നമ്മളെ ക്വസ്റ്റ്യനിൽ. ഇവിടെ പോയി ഇതാ ഈ ഒരു ആളുടെ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എൽ ഓഫ് ഐ എങ്ങനെയാണ് ചെയ്യാമെന്നും കൂടെ നോക്കണം. എന്നിട്ട് വേണം ആൻസർ എഴുതാൻ. നമുക്കതുകൂടെ നോക്കാം. അതായത് s-3 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യുക? നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്യാം താഴെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ.
എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ എസ് പ്ലസ് വൺ ഉണ്ട്, ഇവിടെ എസ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും എസ് പ്ലസ് വൺ ആക്കണം അല്ലെ വേരിയബിൾ. ഇവിടെ ഒരു പ്ലസ് വൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു -1 -3 ചെയ്യണം അല്ലേ. ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ. അതായത് നമുക്ക് ഇതെന്താ കിട്ടാം, എസ് പ്ലസ് വൺ -4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് ആൻസർ കിട്ടാം എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ -4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എൽ ഇൻവേഴ്സ് എടുക്കാൻ രണ്ട് സൈഡിലും. എൽ ഇൻവേഴ്സ് ഓഫ് എസ് -3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 equal to L inverse of s plus 1 divided by s plus 1 the whole square plus 1 minus 4 into L inverse of 1 by s plus 1 the whole square plus 1. നമ്മൾ ഇതിൻ്റെ L inverse എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് L inverse of s plus 1 the whole square plus e raised to minus t into cos t minus 4 into e raised to minus t into sin t. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം ഫംഗ്ഷൻ എന്ന് എഴുതാം. ഓക്കെ, എഴുതിയിട്ട് പറയാം. ഓക്കെ, നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് ഇതാണ്. y ഓഫ് ടി ഈക്വൽ ടു ഈ ഫംഗ്ഷൻ നമ്മളിപ്പോൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. നമ്മളിനി ഒരുമിച്ച് എഴുതിയിട്ട് യു പൈ ഓഫ് ടിയുടെ പ്രോപ്പർട്ടിയും കൂടെ അപ്ലൈ ചെയ്യാം, യു പൈ ഓഫ് ടിയുടെ ഡെഫിനേഷൻ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെ എഴുതി. ഇത് നമുക്ക് ആദ്യം തന്നത് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ബാക്കിയുള്ളത് ഇത്രയും ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, രണ്ടും കൂടെ സം ചെയ്ത് എഴുതി. എന്നിട്ട് അതിൽ ഒന്ന് ആഡ് ചെയ്യാനുള്ള ടേംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇ റേസ് ടു മൈനസ് ടി കോസ് ടിയുടെയും അതുപോലെ ഇതാ ഇ റേസ് ടു -2 കോസ് ടിനെ ആഡ് ചെയ്തിട്ട് 3 ഇ റേസ് ടു -t, പിന്നെ ഈ ടേമും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള രണ്ട് ടേംസ് എഴുതി. പിന്നെ യു പൈ ഓഫ് ടീനെ അതുപോലെ തന്നെ എഴുതി. ഇനി യു പൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1ഉം 0ഉം കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതിൽ 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ മാത്രമാണ് കിട്ടുക അല്ലേ. 1 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ പ്ലസ് ദിസ് 1 കിട്ടും. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു ഞാനിത്. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ഇത് കുറച്ച് ലെങ്തി ആണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, പഠിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 1-2 വട്ടം എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, നമ്മളിനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. അതിനൊരു ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കുക, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യുന്ന ഡെൽ ഓഫ് ടി മൈനസ് എ എന്നാണ്. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. ഓർത്ത് വെക്കുക, എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ്. Solve y double dash plus 3y dash plus 2y equal to del of t minus 1, y at 0 equal to 0, y dash at 0 equal to 0. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, L of y double dash plus 3y dash plus 2y equal to Laplace transform of del of t minus 1. അപ്പോൾ നമുക്ക് L of y double dash plus 3 into L of y dash plus 2 into L of y equal to L of del of t minus 1. y ഡബിൾ ഡാഷിന് എഴുതിയാൽ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഇട്ട് 0 മൈനസ് വൈ ഡാഷ് ഇട്ട് 0 പ്ലസ് 3 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് വൈ ഇട്ട് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ഓഫ് ഡെൽ ഓഫ് ടി മൈനസ് 1. നമുക്ക് ഓരോന്നിൻ്റെ എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എൽ ഓഫ് വൈ. ഇവിടെ വൈ ഇട്ട് 0ഉം വൈ ഡാഷ് ഇട്ട് 0ഉം 0 ആണ് തന്നിരിക്കുന്നത്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. പിന്നെ നമുക്കറിയാം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ടി മൈനസ് എ എന്ന് പറയുമ്പം നമുക്ക് എന്ത് പറയാം, ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ്. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്ക് പകരം 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ്. അപ്പോൾ നമുക്ക് എൽ ഓഫ് എസ് എന്ത് വരും, എൽ ഓഫ് വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. താഴെ നമുക്കിതിനെ ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, നമുക്കൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 1 ബൈ എസ്
1 ബൈ എസ് പ്ലസ് 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 എന്ന് എഴുതാം. ശരിക്കും ഡിഫറൻസ് ആണ് വരുന്നത്. നമുക്ക് y ഓഫ് ടി കണ്ടുപിടിക്കാം. y ഓഫ് ടി ഈക്വൽ ടു നമുക്ക് L ഇൻവേഴ്സ് ഓഫ് e റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 മൈനസ് e റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? L ഇൻവേഴ്സ് ഓഫ് e റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 1 മൈനസ് L ഇൻവേഴ്സ് ഓഫ് e റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെയും ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇതിൽ എന്താ കിട്ടുക? 1 ബൈ എസ് പ്ലസ് 1 ഇ റേസ് ടു മൈനസ് ടി ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി ആണ്, പക്ഷേ ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ഉണ്ട്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ടേമിൽ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു u1 ഓഫ് ടി മൈനസ് ഇവിടെയോ ഇ റേസ് ടു മൈനസ് 2 ടി മൈനസ് 1 ഇൻറ്റു u1 ഓഫ് ടി. അതായത് ടി മൈനസ് 1 വരുന്നത് ഇ റേസ് ടു മൈനസ് എസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 ടി മൈനസ് 1 u1 ഓഫ് ടി എന്ന് എഴുതാം. ഇനി u1 ഓഫ് ടിയുടെ ഡെഫിനേഷൻ കൊടുക്കാം. u1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 ഇതിൻ്റെ വാല്യൂ 0 വരിക. u1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ദിസ് ഫംഗ്ഷൻ ഇൻറ്റു 0 എന്ന് വരും. ദാറ്റ് ഈസ് 0. ഇനി ദിസ് ഫംഗ്ഷൻ ഇൻറ്റു 1 എന്നാണ് നമുക്ക് വരിക. അപ്പം നമുക്ക് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 ടി മൈനസ് 1 t greater than or equal to 1. This is the answer. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്ന സെക്ഷനും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന മൊഡ്യൂളിലൂടെ പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.